ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PS വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഡംബൽസ് ഉപയോഗിച്ചുകൊണ്ട് മാത്രം ചെയ്യാൻ പറ്റിയ ഏതാനും കുറച്ച് ഡെൽറ്റ വർക്കൗട്ട്സ് ആണ്. ഞാനിവിടെ 5 കിലോ ഡംബലാണ് എടുത്തിരിക്കുന്നത്. വീട്ടിലായിരുന്നാലും ഇതുപോലൊരു 5 കിലോയുടെ ഡംബൽ മാത്രം മതിയാവും നമുക്കൊരു പ്രോപ്പറായിട്ട് കറക്റ്റ് ഒരു ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ. ഇപ്പോൾ ഓവറായിട്ട് ഒരുപാട് ബൾക്കും ആവണ്ട എന്ന കറക്റ്റ് ഫിറ്റ്നസ്സും വേണം. ആ ഒരു കണ്ടീഷനാണെങ്കിൽ ഇപ്പം നമുക്ക് ജിമ്മായിട്ട് ഭയങ്കര രീതിയിൽ ബൾക്കായിട്ട് തോന്നിക്കണ്ട, പകരം നല്ലൊരു പെർഫെക്റ്റ് ഷേപ്പ് അല്ലെങ്കിൽ കറക്റ്റ് ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റിയ കുറച്ച് നല്ല എക്സസൈസാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നമുക്ക് അതിനു വേണ്ടി ഒരു 5ൻ്റെ വെയിറ്റ് തന്നെ മതിയാവും. നമുക്ക് ഒരുപാട് തരത്തിലുള്ള വേരിയേഷൻ വെയിറ്റുകൾ ഒരുപാടൊന്നും വേണ്ട. ഒരു 5ൻ്റെ 2 വെയിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് കറക്റ്റ് ആ ഒരു ഷേപ്പ് അല്ലെങ്കിൽ ആ ഒരു കറക്റ്റ് ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് ഫ്രണ്ട് റൈസ് ആണ്. ഇപ്പോൾ നിങ്ങളാരും ചെയ്യേണ്ട, ഡംബൽ എങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് നോക്കിക്കൊള്ളുക. അതായത് നമ്മുടെ തുടയുടെ ഫ്രണ്ടിലായിട്ട് വന്ന് സ്റ്റോപ്പ് ചെയ്യണം. ഒരിക്കലും ഫുള്ളായിട്ട് ഡംബൽ പുറകോട്ട് ഡ്രോപ്പ് ചെയ്യരുത്. ഇതുപോലെ മുൻപിൽ തുടയുടെ ഫ്രണ്ടിലായിട്ട് കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു സ്ട്രെയിൻ ഡെൽറ്റയിൽ ഫീൽ ആവുകയുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കൈ ഒരിക്കലും ഇതുപോലെ സ്ട്രെച്ച് ചെയ്തിട്ട് റൈസ് ചെയ്യാൻ നിൽക്കരുത്. നമുക്ക് ഇതുപോലെ ഒരു ബെൻഡിങ് വേണം. ഇത് തെറ്റാണ്. കറക്റ്റ് എന്ന് പറയുന്നത് ഇതുപോലെ ബെൻഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ബെൻഡ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ റൈസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സെറ്റിൽ നമുക്ക് 15 റെപ്സാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1 1 2 2 3 3 4 4 5 5 6 6 7 7 8 8 9 9 10 10 11 11 12 12 13 13 14 14 15 15. ഓക്കെ, ഇനിയൊരു 10 സെക്കൻഡ് റെസ്റ്റാണ്. 1 2 3 4 5 6 7 8 9 10. ഇനി വീണ്ടും ഡംബൽസ് എടുക്കുക. എഗെയിൻ 1 1 2 2 3 3 4 4 5 5 6 6 7 7 8 8 9 9 10 10 11 11 12 12. ഓക്കെ, വീണ്ടും 10 സെക്കൻഡ് റെസ്റ്റ്. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, വീണ്ടും ഡംബൽസ് എടുക്കുക. എഗെയിൻ 1 1 2 2 3 3 4 4 5 5 6 6 7 7 8 8 9 9 10 10. ഇനി ഒരു 20 സെക്കൻഡ് റെസ്റ്റ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് സൈഡ് റൈസ് ആണ്. സൈഡ് റൈസ് എങ്ങനെയാണ് കറക്റ്റ് ഡംബിൾ പിടിക്കേണ്ടതെന്നുള്ള വീഡിയോ ആണ് അടുത്ത വരുന്നത്. അത് നോക്കിയതിന് ശേഷം സ്റ്റാർട്ട് പറയുമ്പോൾ തുടങ്ങുക. സൈഡ് റൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കൈ പിടിക്കുന്നതിന് ഒരു രീതിയുണ്ട്. അത് ഞാൻ ക്യാമറ കുറച്ചും കൂടെ അടുത്തോട്ട് വെച്ച് കാണിച്ചു തരാം. അതായത് നമ്മൾ കറക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. സൈഡ് റൈസ് ചെയ്യുമ്പോൾ കറക്റ്റ് കൈ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ചെയ്യരുത്. ഇങ്ങനെയല്ല, ഇത് തെറ്റാണ്. പകരം നമ്മൾ കൈ കുറച്ച് ഇതുപോലെ ബെൻഡ് ചെയ്യുക. സൈഡ് കാണിച്ചു തരാം. ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്, പകരം ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ നിന്നിട്ട് 1 2 3 അല്ലാതെ ഒരിക്കലും ഇങ്ങനെ കറക്റ്റ് സ്ട്രെയിറ്റ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ നിൽക്കരുത്.
കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇവിടെ പെയിൻ എടുക്കും. ഓക്കെ, 20 സെക്കൻഡ് റെസ്റ്റിന് ശേഷം വീണ്ടും ഡംബൽസ് എടുക്കുക. അഗെയിൻ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഓക്കെ, 10 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. 1 2 3 4 5 6 7 8 9 10. Again 1 2 3 4 5 6 7 8 9 10 11 12. ഇനി 10 സെക്കൻഡ് റെസ്റ്റ്. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇതിന് ശേഷം വീണ്ടും ഡംബൽസ് എടുക്കുക. എഗെയിൻ ലാസ്റ്റ് സെറ്റ് 10. സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10. ഇനി 20 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. ഇനി നമ്മുടെ ലാസ്റ്റത്തെ വർക്കൗട്ടിലോട്ടാണ് കിടക്കാൻ പോകുന്നത്. 20 സെക്കൻഡ് മാക്സിമം റെസ്റ്റ് എടുത്ത് കൈയൊക്കെ ഒന്ന് അനക്കി ചെറുതായിട്ടൊക്കെ ഒന്ന് നടന്ന് ബോഡി മൊത്തത്തിലൊന്ന് റിലാക്സ് ചെയ്യുക. അടുത്ത ലാസ്റ്റത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് ഡംബൽ അപ്രൈസ് ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യം നിങ്ങൾ ഇതുപോലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തിരിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ സൈഡ് ആംഗിളാണ്. ഒരിക്കലും ഇങ്ങനെ പോകരുത്, അല്ലെങ്കിൽ ഇങ്ങനെ പോകരുത്. കറക്റ്റ് ഇതുപോലെ ഇരിക്കണം. നേരെ അടിക്കുക, കറക്റ്റ് ഇതിൽ വരിക. നേരെ അടിക്കുക, കറക്റ്റ് ഇങ്ങനെ വരിക. ഇത്ര മാത്രം പൊങ്ങിയാൽ നേരെ ഇങ്ങനെ പോകരുത്, ഇങ്ങനെ നിൽക്കരുത്. കറക്റ്റ് ഇതിൽ വന്ന് നിൽക്കുക. സ്ട്രൈറ്റ് ആയിട്ട് കറക്റ്റ് ഇങ്ങനെ വന്ന് നിൽക്കുക. ഒരിക്കലും ഇങ്ങനെ പോകാനോ ഇങ്ങനെ പോകാനോ ഇങ്ങനെ പോകാനോ ഇങ്ങനെ നിൽക്കാനോ പാടില്ല. കറക്റ്റ് പ്രൊപ്പോർഷൻ ആയിരിക്കണം. ഇതുപോലെ ഇങ്ങനെ ചെയ്യുക. ഇനി ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്തിരുന്നതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാം. റൈസ് ചെയ്യുക. അപ്പ് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഓക്കെ, ഇനി ഒരു 10 സെക്കൻഡ് റെസ്റ്റ്. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, 10 സെക്കൻഡ് റെസ്റ്റിന് ശേഷം വീണ്ടും ഡംബൽസ് എടുക്കുക. എഗെയിൻ 1 2 3 4 5 6 7 8 9 10 11 12. എഗെയിൻ വീണ്ടും 10 സെക്കൻഡ് റെസ്റ്റ്. 1 2 3 4 5 6 7 8 9 10. വീണ്ടും ഡംബിൾസ് എടുക്കുക. ലാസ്റ്റ് സെറ്റ്. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, റിലാക്സ്. അപ്പോൾ ഈ ഒരു 3 വർക്കൗട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കൊരു 5 കിലോൻ്റെ 2 ഡംബൽസ് വേണം.
സെറ്റ് എന്ന് പറയുന്നത് 15, 12, 10 1 1 ഇങ്ങനെ 2 കൈയിൽ ചെയ്യുമ്പോഴേ 1 എന്ന് കൗണ്ട് ചെയ്യാവൂ. ഒരു കൈ ചെയ്യും, ഇത് രണ്ടും കൂടെ ആകുമ്പോൾ 2 അങ്ങനെ, അല്ലാതെ 1 2 3 4 അങ്ങനെ ചെയ്യരുത്. ഓരോ കൈയിലും 2 കൈയിലും ഫിനിഷ് ആകുന്ന സമയത്ത് മാത്രമേ 1 എന്ന് കൗണ്ട് ചെയ്യാവൂ. അങ്ങനെ 15 12 10 ഇതാണ് നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റിൽ 3 സെറ്റ് ഈ കാണിച്ചിരുന്ന 3 വർക്കൗട്ട് 3 സെറ്റ് വീതം ചെയ്യുക. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ദിവസവും ചെയ്യാതിരിക്കുക. ഇന്നിപ്പോൾ ഡെൽറ്റ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ ബൈസെപ്സോ ട്രൈസെപ്സോ ട്രൈ ചെയ്യുക. അല്ലാതെ ദിവസവും ഡെൽറ്റ ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. മസിൽ ഗ്രോത്ത് വരണമെങ്കിൽ റെസ്റ്റും അതുപോലെ തന്നെ മാക്സിമം റെസ്റ്റ് കൊടുക്കണം, നല്ല ഫുഡ് കഴിക്കണം, നല്ല വെള്ളം കുടിക്കണം. അതുപോലെ തന്നെ ഉറക്കം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ചാടിക്കയറി ഒറ്റയടിക്ക് ഇന്ന് ഇത് ചെയ്തെന്ന് നാളെയും ഇത് ചെയ്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. മസിൽ ഡെവലപ്മെൻറ്റ് വരണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഫുഡും അതുപോലെ തന്നെ ഉറക്കം മസ്റ്റാണ്. അതുകൊണ്ട് ഓരോ ദിവസം ഇടവിട്ട് വേണം ഓരോ മസിൽ വർക്കൗട്ടും നമ്മൾ വീണ്ടും ചെയ്യാനായിട്ട്. ഒരു ദിവസത്തെ ഗ്യാപ്പ് കൊടുത്തെങ്കിൽ മാത്രമേ അതിന് പ്രോപ്പർ റെസ്റ്റ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ആ ഒരു മസിൽ അവിടെ വളർച്ച ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ആ ഒരു മാറ്റം നമുക്ക് തന്നെ വിസിബിളായിട്ട് മനസ്സിലാവണമെങ്കിൽ ഉറപ്പായിട്ടും റെസ്റ്റ് കൊടുക്കാൻ വേണം. ഇന്ന് ചെയ്ത അതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നത്, ഇന്ന് ചെയ്ത വർക്കൗട്ട് വീണ്ടും നാളെ ചെയ്യരുത്. ഒരു ദിവസം ഗ്യാപ്പ് എന്തായാലും വേണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ ഡംബിൾസ് വെച്ച് ചെയ്യുന്ന ബൈസെപ്സ്, ട്രൈസെപ്സ്, അതുപോലെ തന്നെ ലെഗ്, ചെസ്റ്റ്, കോർ മസിൽസ് എല്ലാം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് ഒരു ഡമ്പൽ കൊണ്ട് രണ്ട് ഡമ്പൽ മാത്രം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ മാക്സിമം എല്ലാ വർക്കൗട്ടും ഞാൻ എൻ്റെ വീഡിയോയിലൂടെ കാണിക്കുന്നതാണ്. ഓരോ വീഡിയോയിലും ഓരോന്നിനെ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും ഞാൻ ഇടുന്നത്. അതാകുമ്പോൾ നിങ്ങൾക്ക് കാണുന്നവർക്ക് സിമ്പിളായിട്ട് എടുത്ത് നോക്കിക്കണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഇതിന് നല്ല വീഡിയോസ് വീണ്ടും കണ്ടുപിട്ടാം. ഇറ്റ്സ് മീ പ്രണവ് സൈനിങ് ഔട്ട്.